ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എവർ സ്കിന്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഗ്ലൂട്ടോതൈനോണിനെ പറ്റിയാണ്. ഗ്ലൂട്ടോതൈനോൺ എന്ന വാക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ശരിക്കും നമ്മുടെ മുഖം വെളുക്കാൻ അല്ലെങ്കിൽ മൊത്തത്തിൽ മുഖവും ബോഡിയൊക്കെ ഒന്ന് വെളുക്കാനും പിന്നെ ഗുളികളുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ്റെ രൂപത്തിലോ എടുക്കുന്ന ഒരു വസ്തുവാണ് ഗ്ലൂട്ടോതൈനോൺ എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് മനസ്സിലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ, ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഉപയോഗിക്കാമോ, ഇതൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിലൂടെ ആദ്യം കടന്നു പോകുന്ന കാര്യങ്ങൾ. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗ്ലൂട്ടോതൈനോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതൊരു അമിനോ ആസിഡാണ്. ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് 3 സംയുക്തങ്ങൾ ചേരുന്ന ഒരു വിഭാഗത്തെയാണ് ഗ്ലൂട്ടോതൈനോൺ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കരളിലാണ് ഉൽപ്പാദിക്കപ്പെടുന്നത്. പ്രായമായി വരുമ്പോൾ ഗ്ലൂട്ടോതൈനോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുന്നു. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. സാധാരണഗതിയിൽ ഈ ആൻറ്റി ഓക്സൈഡുകൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കോശങ്ങളുടെ എനർജിയെ ആക്റ്റീവാക്കി വെക്കുന്നു. ഗ്ലൂട്ടോതൈനോൺ എന്ന ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്നു. പിന്നെ സ്കിന്നിന് നല്ല കളർ ഉണ്ടാവുന്നു. ഒരു ഓവറോൾ ഹെൽത്ത് എന്ന രീതിയിൽ എല്ലാവരും അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് ഗ്ലൂട്ടോതൈനോൺ. പിന്നെ നമ്മുടെ പല പല കാര്യങ്ങൾ, കെമിക്കൽസ്, അതുപോലെ വിഷാംശമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും, അതായത് നമ്മൾ വളരെയധികം ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ ഗ്ലൂട്ടോതൈനോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് കുറയാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്ലൂട്ടോതൈനോൺ ഉപയോഗിക്കുന്നത് സ്കിൻ കെയറിനാണ്. പക്ഷേ എങ്ങനെയാണ് ഗ്ലൂട്ടോതൈനോൺ സ്കിൻ കെയറിലേക്ക് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക്, കീമോതെറാപ്പി പോലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ജീവൻ നിലനിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിലൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂട്ടോതൈനോൺ ഉപയോഗിക്കാറുണ്ട്. കോസ്മെറ്റിക് എന്ന രീതിയിലല്ലാതെ മെഡിക്കൽ എന്ന രീതിയിലാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ വ്യാപകമായിട്ട് പരക്കെ പല രീതിയിലും ടാബ്ലറ്റ്സ് ആയിട്ടും ഇഞ്ചക്ഷനായിട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, ഗ്ലൂട്ടോതൈനോണിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ, ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, ഇതൊക്കെ എല്ലാവരുടെയും ഒരു സംശയമാണ്. ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, ഗ്ലൂട്ടോതൈനോൺ എന്നത് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന്. ആയതുകൊണ്ട് ഇതിന് സൈഡ് എഫക്റ്റ് എങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ ഓൺലൈനിൽ ഗ്ലൂട്ടോതൈനോണിന് കുറേ പ്രോഡക്റ്റുകളൊക്കെ കാണാം. അങ്ങനെ വരുമ്പോഴത്തേക്കിന് പലരുടെയും ഒരു സംശയമാണ്, ഇതൊരു ജെനുവിൻ സോഴ്സിൽ നിന്നുള്ള കാര്യമാണോ കിട്ടുന്നതെന്ന് നമുക്ക് പലർക്കും തോന്നാം. അതുകൊണ്ട് സ്വന്തമായി ചികിത്സിക്കാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഗ്ലൂട്ടോതൈനോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികളായവർ ഗ്ലൂട്ടോതൈനോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. സൈനിങ് ഓഫ് അഹല്യ. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.